കർത്താവിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദിവസം കടന്നു വരുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം നമുക്ക് വ്യർത്ഥമായി എന്ന കുരുടനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവൻ നിലവിട്ട് വിളിച്ച ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവൻ നിലവിളിക്കുന്ന നിലയുടെ അനാവശ്യബോധത്തോടെ, അതുപോലെ ഒരു വ്യക്തി പോലും നിലവിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവന് ഗവൺമെൻറ് കൊടുത്ത ഒരു പുതപ്പ് മാത്രമേ അവൻ്റെ സമ്പാദ്യം അവനുള്ളായിരുന്നു. അവൻ ഭിക്ഷ അയച്ചായിരുന്നു കഴിയുന്നത്. അവൻ്റെ വസ്ത്രം അലക്കിയിരുന്നില്ല, അവൻ കുളിച്ചിരുന്നില്ല, അവന് ഒരു പരസഹായമില്ലാതെ നടക്കാൻ കഴിയത്തില്ല. അവൻ്റെ കണ്ണിൽ ഒരു തടം മാത്രമേ ഉള്ളെന്ന് ചരിത്രം പറയുന്നുണ്ട്. കണ്ണിൻ്റെ ഒരു ഭാഗത്ത് കണ്ണിൻ്റെ ഒരു സാധനവും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ കണ്ണിൽ തടം പോലും ഇല്ലാത്തൊരു വ്യക്തി നിലവിളിക്കാൻ തുടങ്ങി. അവൻ വിളിച്ചത് ദാവീദ് പുത്ര, ദാവീദിൻ്റെ പുത്രനാണെന്ന് അവനക്ക് അറിയാം. ഇവനെ ചെവി കേൾക്കാമായിരുന്നു. ഇടമനകടകൾ പ്രൗഢലാതി. അതേപോലെ നിലവിട്ട് വിളിക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് രാത്രികാലം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം ദൈവസനിൽ കടന്നു ചെല്ലും. ഇടമനകടകലാതി. ഇസ്രായേൽ ജനം നിലവിളിച്ചു. ഇസ്രായേൽ ജനം നിലവിളിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ കഷ്ടപ്പെടുത്തിയ അനുഭവത്തിൽ, ആ കഷ്ടതയുടെ അനുഭവത്തിൽ അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് കേട്ടു. കുരുടൻ നിലവിളിച്ചപ്പോൾ കർത്താവ് കേട്ടുവെങ്കിൽ അനേകർ നിലവിളിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏത് വിഷയത്തിനു വേണ്ടി രാത്രികാലം നിങ്ങൾ നിലവിളിക്കുന്നോ, അവന് സമ്പാദ്യമൊന്നുമില്ലെങ്കിലും അവൻ അവസാനമായി കർത്താവിനെ സമ്പാദിക്കാനിടയായി. അവൻ ആദ്യം കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചപ്പോൾ, കർത്താവെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ്റെ ഉള്ളിലെ അവസ്ഥ അവൻ തുറന്ന് അവൻ പറഞ്ഞെങ്കിൽ, ഉള്ളിലെ അവസ്ഥ അവൻ പറഞ്ഞ് സമ്മതിച്ചെങ്കിൽ ആ സമയം തന്നെ ദൈവം അവനെ എല്ലാവരും അവനോട് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഒത്തിരി പേര് നിരുത്സാഹപ്പെടുത്തി. ഒത്തിരി പേര് പറഞ്ഞു നീ മിണ്ടരുത് കർത്താവ്. അപ്പം പുരുഷാരത്തിൻ്റെ കൂടെ കർത്താവ് പോയപ്പോൾ ഈ നിലവിളി കർത്താവ് കേട്ടുവെങ്കിൽ ഇത്രയും ആൾക്കാർ, ആരാവത്തിൻ്റെ ശബ്ദം, ലക്ഷക്കണക്കിന് ആൾക്കാർ കർത്താവിനെ ഫോളോ ചെയ്തുകൊണ്ട് പോയപ്പോഴും അവിടെ വെച്ച് ആ നിലവിളിയുടെ ശബ്ദം കർത്താവ് കേട്ടുവെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ ഓരോരുത്തരും, ദൈവജനമായ നമ്മൾ ഓരോരുത്തരും, ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും നിലവിളിക്കുന്ന നിലവിളി, ഓരോ നിലവിളിയും കർത്താവ് കേൾക്കുവാൻ ശക്തനായിട്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ അഴിക്കൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന ഇന്ന് രാത്രികാലം അറിയിക്കുന്ന നമ്മൾ ഓരോരുത്തരും നിലവിളിക്കുന്ന പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നു. ഈ മനുഷ്യന് കാഴ്ചയ്ക്ക് വേണ്ടി അവൻ നിലവിളിച്ചു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ മനുഷ്യൻ പൈസയ്ക്ക് വേണ്ടി നിലവിളിച്ചു. അവൻ പറഞ്ഞ എനിക്ക് വല്ലതും തരണമെന്ന്. എന്നാൽ രണ്ട് വ്യത്യസ്തമായ നിലവിളിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇവൻ ആവശ്യബോധത്തോടെ ഇവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണമെന്നുള്ള അതേ രീതിയിൽ അവൻ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവ് ആ നിലവിളി കണ്ട്, അവൻ്റെ നിലവിളി കേട്ട് അവനെ സൗഖ്യമാക്കിയത് മാത്രമല്ല, അവൻ ആരെയും അന്ന് വരെ അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുഖത്ത് അവൻ നോക്കിയിട്ടില്ല, ആരെയും അവൻ കണ്ടിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് അവനെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുഖത്ത് അവൻ കർത്താവിനെ അവൻ ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞതിലും വലിയ ഭാഗ്യമൊന്നുമില്ല. അവൻ്റെ നിറം നോക്കിയില്ല, അവൻ്റെ ഗുണം നോക്കിയില്ല, അവൻ്റെ മണം നോക്കിയില്ല, അവൻ കുളിച്ചിട്ടുണ്ടോ, അവൻ തിന്നു കുടിച്ചിട്ടുണ്ടോ, അവൻ ഏത് ജാതിയാണെന്നൊന്നും കർത്താവ് അവനോട് ചോദിച്ചില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഉള്ള കാര്യം അവൻ സമ്മതിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇടമനകടകലാതി അവനെ ദൈവം സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കുന്ന ദൈവം നമ്മളോടും എന്നോടും കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം ആരെങ്കിലും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ, വേദനയാൽ ഭാരപ്പെടുന്നെങ്കിൽ, ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ രാത്രി നിങ്ങളുടെ അടുക്കൽ കടന്നു സമീപേ വന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എനിക്ക് കഴിയാത്ത വല്ല ആരും, ഞാൻ സകല ജഡത്തിൻ്റെ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം ഈ വചനത്തിൽ സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും പൂർണ്ണമായി വിടുവിക്കും, സൗഖ്യമാക്കും, നിങ്ങളെ സഹായിക്കും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അപ്രകാരമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ.